ഷാനവാസിനെ കണ്ടായിരുന്നു? ഷാനവാസിനെ, നമ്മുടെ മീശയൊക്കെ പിരിച്ചിട്ടുള്ള ഷാനവാസ് ലാലേട്ടൻ ഇന്നലെ അടുത്ത് ഉടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എവിടെ പോയെന്നൊരു പിടിയുമില്ല. രുദ്രൻ ചേട്ടനെ കാണുന്നില്ല. ഇന്നലത്തെ ബിഗ് ബോസിന്റെ അകത്ത് വീക്കെൻഡ് എപ്പിസോഡ് ആയിരുന്നു, ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും രണ്ട് വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, അനീഷിന്റെ പിയർ എന്ന നാടകം ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രണ്ട്, ഷാനവാസിന്റെ വധം, ഷാനവാസ് വധം, കീചക വധം പോലെ ഷാനവാസ് വധമാണ് ഇന്നലെ നടന്നത്. ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് മുടിഞ്ഞ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഷാനവാസിനെ പിടിച്ച് പഞ്ഞിക്കിടുന്നിട്ട്. ജനങ്ങൾ ആഗ്രഹിച്ചൊരു എപ്പിസോഡ്. അപ്പോൾ നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ബിഗ് ബോസിന്റെ വിഷയങ്ങൾ താല്പര്യമുള്ളവരും നമ്മളെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഒന്ന് ഹൈപ്പ് ചെയ്ത് വെക്കുക, കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇടുക, എന്തെങ്കിലുമൊക്കെ കൂടുതലായി എടുക്കുന്നില്ല. നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോഴത്തേനും ലാലേട്ടൻ ഇന്ന് വന്ന് പഞ്ഞിക്കിടും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പ്രമോയ്ക്കകത്ത് എന്തൊക്കെയോ മ്യാസ്മരിക സാധനം കാണിക്കും. പക്ഷെ എപ്പിഡോസിന്റെ അകത്ത് ഒരു തേങ്ങയും കാണത്തില്ല. പക്ഷെ ഇന്നലെ അതിന് വിരുദ്ധമായി, അതായത് ഒരു ടാസ്ക് നടന്നിരുന്നു, സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ ആര്യനാണ് കൊടുത്തത്. ആര്യനെ ഫോൺ വിളിക്കും, ആര്യനോട് പറയും ഡാ ഒരുത്തനെ കൂട്ടണം, അവിടെ പോയി ഒരു സാധനം ഇരിപ്പുണ്ട് അതെടുത്ത് കഴിക്കണം. ഡാ രണ്ടാമന്മാരെ കൂട്ടണം, അവിടെ വേറൊരു സാധനം ഇരിപ്പുണ്ട് അതെടുത്ത് കഴിക്കണം. ഡാ മൂന്നന്മാരെ കൂട്ടണം, അവിടെ ഒരു സാധനം ഇരിപ്പുണ്ട് അതെടുത്ത് കഴിക്കണം. ആൾക്കാർ കണ്ടിരുന്ന ജനങ്ങൾ മൊത്തം ഈ ടാസ്കിന്റെ ഒപ്പം പോയി. ഈ ടാസ്കിന്റെ ഒപ്പം പോയപ്പോഴത്തേനും നമ്മുടെ ഷോനവാസ് മാത്രം ടാസ്കിനെതിരെ കളിക്കുന്നവനാണല്ലോ ഇവിടുത്തെ കില്ലാടി വില്ലാളി വീരൻ. നമ്മളാരാ? നമ്മൾ രുദ്രനല്ലയോ? രുദ്രൻ ആ ഒരു സെറ്റപ്പിലാണ് പുള്ളിക്കാരൻ കളിച്ചത്. അപ്പൊ ആ ടാസ്ക് നശിപ്പിച്ചപ്പോൾ എല്ലാ ജനങ്ങളും, ഒരു 90% ജനങ്ങളും അവൻ ഈ ടാസ്ക് നശിപ്പിച്ച് അവനായിട്ട് 2 എണ്ണം കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് ലാലേട്ടനങ്ങോട്ട് നിറവേറ്റി. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് അനീഷിന്റെ കേസിലേക്ക് വരാം. അനീഷിനോട് ഈ ലാലേട്ടൻ ആദ്യം വന്നിട്ട് പി ആറിന്റെ കേസ് ചോദിക്കുന്നുണ്ട്. വലിയ ചോറിച്ചില്ല. കാരണം ലാലേട്ടനും അറിയാം എല്ലാ തണ്ടിക്കും പി ആർ ഉണ്ട്. പി ആർ ഇല്ലാത്തൊരു തണ്ടി ഒരു തണ്ടിയില്ല. പക്ഷെ സാബുമാൻ മാത്രം എനിക്ക് പി ആർ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സാബുമാന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് പി ആർ ഇല്ലെന്നൊന്നും തോന്നുന്നില്ല. അനീഷിനോട് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞു, എനിക്ക് പി ആർ എന്താണെന്ന് കൂടി അറിയില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ അനീഷിന്റെ അമ്മയും സഹോദരനും അപ്പനും കൂടെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട് അനീഷ് കള്ളം പറയാമല്ലോ, അനീഷിന് കള്ളം പറയുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് 3 ദിവസം മുമ്പേ ഞങ്ങൾ ചെന്നൈയിൽ പോയപ്പോൾ പോലും അനീഷ് ഈ വിഷയം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞു എന്തോ തീരുമാനം എടുക്കണമെങ്കിലും അനീഷ് ഫാമിലി ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട അനീഷ് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു. ആ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണണം കേട്ടോ. അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ കള്ളം പറയാത്ത അനീഷ് കള്ളം പറഞ്ഞു അനീഷ് എന്നെ സമ്മതിച്ചു. അനീഷ് പറഞ്ഞു അതില്ല കേട്ടോ, 3 ദിവസം മുമ്പെയാണ് എന്നെ ഇവര് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു 12 മുതൽ 14 ദിവസം മുമ്പാണ് വിളിച്ചത്, ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ തെളിവ് കാണിക്കുന്നു പറഞ്ഞു. തെളിവ് കാണിച്ചത് ഇപ്പൊ പെടുവല്ലോ, അല്ല നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലല്ലോ, ശരിയാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അനീഷ് ഊരി. അത് കഴിഞ്ഞപ്പോൾ അനീഷിനെ ഇവരെല്ലാം ചോദ്യം ചെയ്തപ്പോഴത്തേനും അതൊരു കോമണർ ആണെന്നുള്ള സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടി ഞാൻ വേച്ച് ചാമ്പിയതാണ് എന്ന് അനീഷ് അങ്ങ് സമ്മതിക്കുകയും ചെയ്തു. സോ കള്ളം പറയാത്ത നന്മയുടെ നിറകൂട്ട മുഖം അവിടെ ഉടഞ്ഞു വീണിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അനീഷ് ഒരു കോമണർ അല്ല എന്ന് ലാലേട്ടൻ ഉൾപ്പെടെ പറഞ്ഞു. ഇന്നലെ ഞാൻ അനീഷ് കോമണർ അല്ല, പക്ഷെ പുള്ളി കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കേട്ട ചീത്തവിളി, എന്തിനാടാ എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്? ഞാൻ നല്ലയല്ലേ പറഞ്ഞത്? എനിക്ക് അനീഷിനെ ഇഷ്ടമാണ്, അനീഷിനെ ഇഷ്ടമാണ്. ഇപ്പൊ നമ്മൾ അനീഷിനെ സപ്പോർട്ട് ചെയ്താണ് പുള്ള പറഞ്ഞത്. അത് മനസ്സിലാക്കുമ്പോഴും ഇവരില്ലാത്ത കുറെ പി ആർ പൊട്ടാണ്. ശരി. അത് കഴിഞ്ഞ് നടന്നൊരു പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ ഷോനവാസിനെ ലാലേട്ടൻ പൊക്കി. അതായത് ഈ ക്ലാസ്സിലൊക്കെ വന്നിട്ട് ഒരു കുരുത്തക്കേട് കാണിച്ചിട്ട് പാത്തിരിക്കുന്ന ചില പിള്ളേരെ പ്രിൻസിപ്പൾ പൊക്കുമല്ലോ, അമ്മ അതിലൊരു പൊക്കലം പൊക്കി. പുള്ളി എണീറ്റ് ടാസ്ക് കുളവാക്കി. ഞാൻ ഷോനവാസ്, ഞാൻ ടാസ്ക് കുളവാക്കി. ആ ഒരു സെറ്റപ്പ് ഇരിക്കുകയാണ് പുള്ളിക്കാരൻ. ഇവരുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കും, അത് അവന്മാര് കളിക്കും, അപ്പൊ നമ്മൾ അതിനെതിരെ കളിച്ച ടാസ്കിനെ അങ്ങ് പൊളിക്കണം. അപ്പൊ നമ്മൾ തണ്ട ഹീറോയുടെ മാസ്ഡാ ഈ സാധനം. ഷാനവാസ് ബിഗ് ബോസ് ഹൗസ് തുടങ്ങിയപ്പോൾ മുതൽ രുദ്രങ്കളിയാണ്, പുള്ളിയുടെ സീരിയൽ ക്യാരക്ടറായ രുദ്രങ്കളിയാണ് ഷാനവാസ് തുടക്കം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാനവാസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ പുറത്തുള്ള സ്ത്രീകളെ ഡി ബോഡി ബാഡി ഒന്നും വിളിക്കാറില്ല, ഇതിനകത്ത് മാത്രമേ വിളിക്കാറുള്ളൂ. അപ്പോ ഇത് വേറൊരു ക്യാരക്ടറാണെന്ന് പറയുന്നുണ്ട്. പുള്ളി പിരിച്ച് പുള്ളിയുടെ 132 കൂടെ വരെ പറഞ്ഞു പോയെന്നൊക്കെ പറയുന്നത് കേട്ടോ, എനിക്കറിയാൻ പാടില്ല. അമ്മാതിരി പിരിയാണ് പുള്ളി എപ്പോഴും മാസാണ്. ഞാൻ മാസ്ക ബാപ്പിള ആ ഒരു സെറ്റപ്പിലാണ് പുള്ളി പെരുമാറുന്നത്. പുള്ളി ചെയ്ത ഒരുപാട് കാര്യങ്ങളൊക്കെ മാസൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ആ ടാസ്ക് പൊളിച്ചത് ഇവര് തൊട്ടി പരിപാടിയായി പോയി. അങ്ങോട്ട് പോകും സീക്രട്ട് ടാസ്ക് കിടക്കുന്നുണ്ട്, സീക്രട്ട് ടാസ്ക് ഇങ്ങോട്ട് പോകും നമ്മളറിയാം സീക്രട്ട് ടാസ്ക് കിടക്കുന്നു, സീക്രട്ട് ടാസ്ക്. ഇങ്ങനെയാണ് ഷാനവാസ് ആ ഗെയിമിനെ പൊളിച്ചത്.
ഷാനവാസിനോട് ലാലേട്ടൻ ചോദിക്കും. പുള്ളി മുടിഞ്ഞ ആറ്റിറ്റ്യൂഡ്. എന്ത് ലാലേട്ടൻ ചോദിച്ചാലും എന്നാ പിന്നെ ലാലേട്ടൻ അങ്ങോട്ട് പറ. ആ ഒരു സെറ്റപ്പ്. എന്റെ പൊന്നളയാ, ലാലേട്ടനെ ഒന്നും എതിർത്താൽ ജീവിക്കാൻ പറ്റത്തില്ല ഇവിടെ. അതാദ്യം മനസ്സിലാക്കുക. ജനങ്ങൾ എടുത്ത് പഞ്ഞി കിട്ട് പൊങ്കാല ഇട്ടിട്ട് പോകും. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. ഷാനവാസ് അത് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ടുള്ള സാധനമായിട്ടാണ് അപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷാനവാസ് ഒരു ഗെയിമിനെ കുളവാക്കി. ഞാൻ കുളവാക്കി, ഞാനാണത് കുളവാക്കിയത്. എന്നിട്ട് സാബുചേട്ടനെ കണ്ടോണ്ടേ നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷനും ഒരു ഗെയിം ടാസ്ക്, ശരിക്കും ആ ടാസ്കിനെതിരെ നന്നായിട്ട് കളിച്ചത്, ബുദ്ധി വെച്ച് കളിച്ചത്, അല്ലെങ്കിൽ ആ ടാസ്കിനെതിരെ കളിച്ചത് അനുമോളാണ് ആ ടാസ്ക് മനസ്സിലാക്കിയത്. ഈ ഷാനവാസിന്റെ മാങ്ങത്തിൽ ചെയ്തെന്ന് മനസ്സിലായില്ല. ഷാനവാസിന്റെ ഫുൾ കളികൾ ലാലേട്ടൻ പൊളിച്ചു. അതായത് ഷാനവാസ് ഒരു സീരിയൽ നടനാണ്. ഈ സീരിയൽ നടനായിട്ടുള്ള ഷാനവാസ് സീരിയലിൽ അഭിനയിക്കുന്ന അഭിനയം എടുത്ത് ബിഗ് ബോസിൽ അഭിനയിച്ച് ലോകത്തുള്ള സകല സീരിയൽ നടന്മാർക്കും ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു സാധനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഷാനവാസിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വിചാരം പുള്ളി ഭയങ്കര നമ്പർ 1 ആക്ടർ, ഭയങ്കര ടാലന്റ്, അങ്ങനെയൊക്കെയാണ് പുള്ളി ചിന്തിക്കുന്നത്. പുള്ളിക്ക് നല്ല PR ഉണ്ട്. പുള്ളി അതിനകത്ത് പറയുന്ന പല സാധനങ്ങളും മാസ് കാണിച്ച് മുണ്ടു മുറുക്കി കൊടുത്തിട്ടൊക്കെ പുറത്തു വരാറുണ്ട്. അപ്പൊ ലാലേട്ടൻ ഈ സീക്രട്ട് ടാസ്കിനെ കുറിച്ച് ചോദിച്ചു. ഷാനവാസിന് ഏറ്റവും പോർഷൻ പഞ്ഞി കിട്ട്. അക്ബർ അവിടെ എല്ലാരും ഷാനവാസിനെ വിളിക്കരുതേ, ഷാനവാസ് വെറും പട്ടിഷോയാണ്. അക്ബർ കേട്ടില്ല. അക്ബറിന് അത് വേണമെന്ന് ഞാൻ പറയാം. അക്ബറിന് അത് വേണം. അക്ബറെ മോനെ, ഷാനവാസ് നീ ഉദ്ദേശിക്കുന്ന നീനമല്ല. പുള്ളിക്ക് ഒരു മനുഷ്യനോട് സിൻസിയറിറ്റി ഇല്ല. പുള്ളി ഒരു മനുഷ്യനോട് ആത്മാർത്ഥതയില്ല. പുള്ളിക്ക് അന്നേരത്തെ കാര്യം നടക്കുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. അക്ബർ പിന്നെയും അയാൾ നല്ല ഗെയിമറാണ്, അയാൾ ഗെയിം കളിക്കും എന്നൊക്കെ അക്ബർ ചിന്തിക്കുന്നുണ്ട്. അക്ബറിന്റെ നല്ല മനസ്സാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഷാനവാസും അക്ബറും തമ്മിൽ എപ്പോഴും കീരിയും പപ്പും. എന്നിട്ടും ആ ഷാനവാസ് നന്നായിട്ട് ഗെയിം കളിക്കും എന്ന് പറഞ്ഞ അക്ബർ ആ ടാസ്കിലേക്ക് ഷാനവാസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അക്ബറിന്റെ നല്ല മനസ്സെന്ന് പറയാൻ പറ്റും. ഷാനവാസ് അവിടെ പടുവാഴ മൊണ്ണയാണെന്ന് തെളിയിച്ചിട്ടുമുണ്ട്. അതാണ് എന്റെ മെയിൻ സംഭവം. അങ്ങനെ അക്ബറും ഷാനവാസും തമ്മിൽ അവിടെ പലതരത്തിലുള്ള ചർച്ച വിഷയം ഉണ്ടാക്കി. അതുകൊണ്ട് ഇനി ഒരു സീക്രട്ട് ടാസ്ക് വന്നു കഴിഞ്ഞാൽ ഷാനവാസിന് ഒരു പട്ടിക്കുട്ടി വിളിക്കത്തില്ല. മതിയായി, എല്ലാത്തിനും മതിയായി. ഷാനവാസിനെ വിളിച്ചു കഴിഞ്ഞാൽ ടാസ്ക് നശിപ്പിച്ച് നാറാണക്കല്ലാക്കി കൊടുക്കുമെന്ന് അവിടെയുള്ള സകല മനുഷ്യർക്ക് മനസ്സിലായി. സോ ഇനി ഒരു ടാസ്കിൽ, ഒരു സീക്രട്ട് ടാസ്കിൽ ഒരു രഹസ്യം പറയാനോ ഷാനവാസിനെ ഇവരാരും കൂട്ടത്തില്ല. ഷാനവാസ് ഭയങ്കരമായിട്ട് അങ്ങ് എക്സ്പോസ്ഡ് ആയി. ഇനി എന്നത് യാതൊരു കഥയില്ല. അത് മാത്രമല്ല, ഷാനവാസ് ജിഷിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കാണുന്നതല്ല ഷാനവാസിന് അങ്ങനെ അനീഷിനോട് ഒരു സൗഹൃദവും ഇല്ല. ആദിലനോട് സപ്പോർട്ട് ചെയ്യുന്നത് മറ്റേ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അനീഷിനെ ഈ പുള്ളിക്കാരൻ പുറകെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരുത്തൻ എനിക്ക് നിന്നോട് ഫ്രണ്ട് ആവണ്ട, ഇല്ല നീ എന്നോട് ഫ്രണ്ട് ആയേ പറ്റൂ, ഇല്ല നിന്നെ ഞാൻ ഫ്രണ്ട് ആക്കും എന്നും പറഞ്ഞിട്ട് ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ആക്കാൻ പറയാനൊക്കെ കണ്ടിട്ടുണ്ടോ? സോ അതിൽ തന്നെ സംതിങ് മിസ്റ്റേക്ക് ഉണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നമ്മളുടെ വൈബുമായിട്ട് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ആളുമായിട്ട് ഒരു അടുപ്പം വന്ന് സെറ്റ് ആകുന്നതാണ് ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സ് ആകുന്നത്. അല്ല, അവൻ നിന്നെ അടുപ്പിക്കത്തില്ല, എന്നാ പിന്നെ ഇനി അവനുമായിട്ട് ഫ്രണ്ട് ആയിട്ടുള്ളത്. അങ്ങനെയാണ് ഫ്രണ്ട് ആവുന്നത്. ആ ഫ്രണ്ട്ഷിപ്പും ഉടായ്പാണെന്ന് ലാലേട്ടൻ ഇന്നലെ പൊക്കി. നോമിനേഷൻ വന്ന് എല്ലാവരും എണീക്കാൻ പറഞ്ഞു. എല്ലാവരും എണീറ്റപ്പോൾ നമ്മുടെ ലാലേട്ടൻ ചോദിച്ചു, അനീഷിന് ഇതിൽ നിന്നും ഒരാളെ സേഫ് ആക്കാൻ ഒരു അവസരം കിട്ടിയാൽ അനീഷ് ആരെ സേഫ് ആക്കും? അനീഷ് ഏട്ടൻ പല നോക്കാതെ ഷാനവാസിനെ സേഫ് ആക്കും. ഷാനവാസ് നല്ലൊരു ആക്ടറാണ്, വില്ലനായിട്ടൊക്കെ ശോഭിക്കേണ്ടതാണ്, സിനിമകളിലൊക്കെ നല്ല അവസരങ്ങൾ കിട്ടേണ്ടതാണ്. ഇതിരെ ആരോഗ്യ പ്രശ്നങ്ങൾ വെച്ചിട്ട് പുള്ളി അത്ര നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. സോ ഷാനവാസിനെ സേവ് ആക്കുന്നു. ഓക്കെ ഷാനവാസ്, താൻ ഇതിന്ന് ആര് സേവ് ആക്കും? ഷാനവാസിന്റെ സ്ഥിരം ഷോ, ഇവിടെ ഒരുത്തൻ, അവിടെ ഇത്രയും പേര്, അനീഷ് ഇപ്പൊ ഉണ്ടല്ലോ, ഇത്രയും പേര്, ഞാൻ അനിമലിനെ സേവ് ആക്കില്ല ലേട്ടാ. കഷ്ടം തന്നെ. എന്നിട്ട് ലാലേട്ടൻ ചോദിച്ചപ്പോ ആദ്യം പറയുന്നു, ഞാൻ അനീഷിനെ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു, അത് കാണാത്തത്, അങ്ങനെ എല്ലാരും നോക്കിയിട്ടല്ലേ പറഞ്ഞു. അല്ലല്ല അങ്ങനല്ല ലാലേട്ടാ, പ്ലീസ് ലാലേട്ടാ, അങ്ങനല്ല, ഞാനും അനീഷും ഒഴികെ മറ്റാരെങ്കിലും പറയാന്ന് വിചാരിച്ചു. അപ്പൊ ഈ ആദ്യം കണ്ടില്ലെന്ന് പറഞ്ഞ മാങ്ങാത്തുള്ളി ഡയലോഗിന്റെ ആവശ്യമില്ല. ഷാനവാസ് തീർന്നു. ഷാനവാസ് കഥം ടാറ്റ ബൈ കഥം തീർന്നു. അതായത് എവിടെന്ന് വെച്ചാൽ കുഴി ഒഴിച്ചിട്ട് ഷാനവാസ് അതിനകത്തോട്ട് കയറി പുള്ളി തന്നെ മൂടിക്കോളും. ആ ഒരു നിലയിലേക്ക് ലാലേട്ടൻ കൊണ്ടെത്തിച്ചു. ഇത് ലാലേട്ടൻ എന്തെങ്കിലും പറയുമ്പോഴും ലാലേട്ടനോട് അങ്ങ് മാസുകാണിയിലാണ് അണ്ണൻ. ഞാൻ പറയുന്നത് ഷാനവാസിന് ഒരു പണിഷ്മെന്റ് കൊടുക്കണം. ഷാനവാസിന്റെ മീശ ആദ്യം എടുത്ത് കളയണം. ഷാനവാസിന്റെ മീശ എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ പിരി കാണേണ്ട വരത്തില്ല. എന്തൊരു പിരിയാണ് ഇത്, പിരിച്ച് നമ്മുടെ ഇവിടെയൊക്കെ കയറ് പിരിക്കുന്നവർ പോലും ഇമ്മാതിരി പിരിക്കത്തില്ല. അമ്മാതിരി പിരിയാണ് പുള്ളിക്കാരൻ ആ മീശക്കിട്ട് പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മീശയ്ക്ക് ഉണ്ടായിരുന്ന കാറ് മോങ്ങി ഇറങ്ങിയത് കണ്ടമ്പഴി കൂടി അമ്മാതിരി പിരിയാണ് ആ മീശക്കിട്ട് പിരിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി പക്ക രുദ്രം കളിക്കുകയാണ് അതിനകത്ത്. പക്ഷെ എത്ര നാൾ ഈ രുദ്രം കളിച്ച് നിൽക്കുമെന്ന് അറിയത്തില്ല. പുള്ളി അതിൽ നന്നാണ് എക്സ്പോസ്ഡ് ആയി. ഇത്രയും നാളും ലാലേട്ടനായിരുന്നു വലിയ രീതിയിലുള്ള തിരിച്ചടികളൊന്നും കിട്ടാതിരുന്ന രണ്ട് കഥാപാത്രങ്ങളായിരുന്നു അനീഷും ഷാനവാസും. അനീഷിന്റെ PR കുറിച്ച് പറഞ്ഞപ്പോൾ, അനീഷിന് അത്യാവശ്യം നല്ല രീതിക്കുള്ള PR ഉണ്ട്.
ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ പി ആർ രണ്ട് തരത്തിൽ വന്നതാകാം. ഒന്ന് അനീഷിന്റെ ബ്രദറോ അല്ലെങ്കിൽ അനീഷോ കാശ് കൊടുത്ത് ചെയ്യിച്ച പി ആർ ആകാം. അല്ലെങ്കിൽ അനീഷിനെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അനീഷിന് ഒരു ഫാൻ പേജ് പോലെ ഉണ്ടായി അനീഷിനെ പ്രൊമോട്ട് ചെയ്യുന്നവരാകാം. എന്തോ അനീഷിന് ഒരു പി ആർ ഉണ്ട്. അത് ഈ അനീഷിനെ കുറിച്ച് കുറ്റം പറയുന്ന സകല ആളുകളുടെ കമന്റ് ബോക്സിൽ കാണാറുണ്ട്. ഈ പി ആർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. അതിനകത്ത് എല്ലാണവും പി ആർ കൊടുത്തിട്ടാണ് പോയത്. പി ആർ കൊടുത്തെങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് പി ആർ കൊടുത്തിട്ടുള്ള ചില മരവാഴകൾ അതിനകത്ത് നിൽക്കുന്നതും പി ആർ കൊടുക്കാത്ത നല്ല കുറെ കണ്ടസ്റ്റൻസ് പുറത്തു പോയിട്ടുള്ളത്. ഇത് ആരൊക്കെയാണ് ഈ മരവാഴകൾ അകത്ത് നിൽക്കുന്നതെന്നും കണ്ടസ്റ്റന്റ് പുറത്തു പോയെന്നും നിങ്ങൾക്ക് അറിയുന്നുണ്ട്, കമന്റ് ചെയ്യാം. സോ അനീഷിന് ഒരു പി ആർ വർക്ക് ചെയ്യുന്നുണ്ട്. അത് പെയ്ഡ് ആവാം, ചിലപ്പോൾ അൺപെയ്ഡ് ഇഷ്ടം കൊണ്ടുള്ള പി ആർ ആവാം. എന്തായാലും ഒരു പി ആർ വർക്ക് ചെയ്യുന്നുണ്ട്. അതും ഒരിക്കലും ഒരു തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. അവർ ബൂസ്റ്റപ്പ് പോട്ടെ, എല്ലാവരും കയറി പോട്ടെ, കാശുള്ളതെല്ലാം ബി ആർ കൊടുക്കട്ടെ. കാശ് എനിക്കൊന്നും നെവിന് ബി ആർ ഉണ്ടെന്ന് എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല. എനിക്കറിയത്തില്ല. ഇപ്പൊ ഒരു 3-4 ദിവസം കൊണ്ട് ഫുള്ള് ബി ആർ ബി ആർ ബി ആർ ഇത് തന്നെ സംഭവം. ബേസിക്കലി നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഷാനവാസിനെ പിടിച്ച് പഞ്ഞി കിട്ടത് നമുക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പൊതുവെ വീക്കെൻഡ് എപ്പിസോഡുകളൊന്നും ചെയ്യാത്തതാണ്. പക്ഷേ ഷാനവാസിന്റെ പഞ്ഞിക്കട എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു 4 എണ്ണം പറയണമെന്ന് എഴുതി വന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു ബൈ.